എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തി ആരാണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി ആരാണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് നോക്കാം, നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് നോക്കാം ആ വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണ്. അതായത് നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണ്, അതുപോലെ തന്നെ ആ വ്യക്തി എന്തുകൊണ്ടാണ് ആ വ്യക്തിയുടെ സ്നേഹം ഇതുവരെ നിങ്ങളോട് തുറന്നു പറയാത്തത്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ വ്യക്തി ഇതുവരെ ആ വ്യക്തിയുടെ സ്നേഹം തുറന്നു പറയാത്തത് എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് നോക്കാം ആ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. അതായത് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. റീഡിങ്ങിൽ കാർഡ്സും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ചാംസും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാർഡ്സും യൂസ് ചെയ്യുന്നുണ്ട്, ചാംസും യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിലും, അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിലും, അല്ല നിങ്ങൾ സിംഗിൾ ആണെങ്കിലും നിങ്ങൾക്ക് ഈ റീഡിങ് കാണാവുന്നതാണ്. ഇനി അതല്ല, ഈ ഒരു റീഡിങ് കണ്ടപ്പോൾ നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ റീഡിങ് കണ്ടു നോക്കാവുന്നതാണ്. നിങ്ങൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിലും, നിങ്ങൾ സിംഗിൾ ആണെങ്കിലും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ റീഡിങ് കാണാം. അല്ലെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കണം എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു റീഡിങ് കണ്ട സമയത്ത് നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ റീഡിങ് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ റീഡിങ് കാണുക. റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി. റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താല്പര്യം ഉണ്ടെങ്കിൽ, അതിഷ്ടമാണെങ്കിൽ, അതിന് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും. നിങ്ങളെ സ്നേഹിക്കുന്ന ഈ വ്യക്തി ആരാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഈ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത്, കുറേ പേർക്ക് ഈ ഒരു വ്യക്തി ആരാണെന്ന് അറിയില്ല. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു വ്യക്തി ആരാണെന്ന് അറിയില്ല. കാരണം ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ല. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്ന, കുറച്ച് പേർക്ക് ഈ പേഴ്സൺ ആരാണെന്ന് അറിയാം, പക്ഷേ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല. ആ വ്യക്തിയെക്കുറിച്ചാണോ ഞാൻ പറയാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിൽ, ആ വ്യക്തിയോട് നിങ്ങളിപ്പോൾ സംസാരിക്കുന്നില്ലെങ്കിൽ, ആ വ്യക്തിയുടെ എനർജിയും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. പക്ഷേ ആ വ്യക്തി നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷേ നിങ്ങൾക്കറിയില്ല ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ആ വ്യക്തിയുടെ എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ എനർജിയും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന ഈ ഒരു വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത്, കുറച്ച് പേർക്ക് ഇതാരാണെന്നറിയാം, പക്ഷെ ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല. കുറച്ച് പേർക്ക് നന്നായിട്ട് അറിയാം ഈ വ്യക്തി ആരാണെന്ന്, കുറച്ച് പേർക്ക് ഇതറിയില്ല. കൂടുതൽ പേർക്കും ഈ വ്യക്തി ആരാണെന്ന് അറിയില്ല. കുറച്ച് പേർക്കല്ല, കൂടുതൽ പേർക്കും ഈ വ്യക്തി ആരാണെന്ന് അറിയില്ല. കാരണം അവരുടെ സ്നേഹം നിങ്ങളോട് ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കാത്തത്. ഈ വ്യക്തി ആരാണെന്ന് അറിയാത്തവരുടെ കാര്യമാണ് പറയുന്നത്. അതായത് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം ആ വ്യക്തി ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കാത്തത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. കുറച്ച് പേർക്ക് അറിയാം, പക്ഷേ ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ്റെ എനർജിയും എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ എനർജിയും എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ്റെ എനർജി എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലുള്ളവർക്കും ഈ റീഡിങ് കാണാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എനർജിയും എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളെ
സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് വളരെ പ്ലേഫുള്ളായിട്ടുള്ള ഒരു എനർജിയും ആ പേഴ്സണുണ്ട് എന്നുള്ളതാണ്. വളരെയധികം പ്ലേഫുള്ളായിട്ടുള്ള ഒരു എനർജി ആ പേഴ്സണുണ്ട്. അതേസമയം തന്നെ ആ പേഴ്സൺ ഇപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലാണെന്നും എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. അതായത് ആ ഒരു എനർജിയും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇപ്പോൾ ആ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങളോട് ആ പേഴ്സൻ്റെ ഇഷ്ടം തുറന്ന് പറയണമോ വേണ്ടയോ എന്നാണ്. അതായത് ആ പേഴ്സൺ ഇതുവരെ നിങ്ങളോട് ആ പേഴ്സൻ്റെ സ്നേഹം തുറന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, കുറേ പേർക്ക് ഈ വ്യക്തി ആരാണെന്ന് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പേഴ്സൻ്റെ സ്നേഹം തുറന്ന് പറയണോ വേണ്ടയോ എന്ന് ആ പേഴ്സൺ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പേഴ്സണ് ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. അതായത് ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് തുറന്ന് പറയണമോ വേണ്ടയോ എന്ന് ഒരു ആശയക്കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനുണ്ട് എന്ന് പറയാം. വളരെ കൺഫ്യൂസ്ഡാണ് ആ പേഴ്സൺ ഇപ്പോൾ. അതായത് ആ പേഴ്സൻ്റെ ഇഷ്ടം തുറന്ന് പറയണമെന്ന് തന്നെയാണ് ആഗ്രഹം, തുറന്ന് പറയാൻ സാധിക്കുമെന്ന് തന്നെയാണ് ആ പേഴ്സൺ വിശ്വസിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ആ പേഴ്സൺ ഇപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലാണ്. ആ പേഴ്സൺ കുറച്ച് കൺഫ്യൂസ്ഡാണ് എന്ന് പറയാം. ആ പേഴ്സണൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. പറയണം എന്ന് വിചാരിക്കും, ചിലപ്പോൾ പറയണം എന്ന് വിചാരിക്കും, ചിലപ്പോൾ വിചാരിക്കും പറയണ്ട. പറഞ്ഞാൽ ഇനി ആ പേഴ്സൻ്റെ ഇഷ്ടം തുറന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടമാവുമോ, നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇഷ്ടമാവുമോ എന്ന് ആ വ്യക്തിക്ക് അറിയില്ല. നിങ്ങൾ എന്തായിരിക്കും പറയുക, നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഇഷ്ടം ഉണ്ടായിരിക്കുമോ, നിങ്ങളിനി ആ വ്യക്തിയോട് ദേഷ്യപ്പെടുമോ എന്നൊരു പേടി ആ പേഴ്സണുണ്ട്. പേടി എന്നല്ല, ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. ആ പേഴ്സണ് ചെറിയൊരു പേടിയുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ആ പേഴ്സണോട് ദേഷ്യപ്പെട്ടാലോ എന്ന് ആ പേഴ്സണ് ചെറിയൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ വിചാരിക്കും എന്തായാലും ഞാൻ എൻ്റെ ഇഷ്ടം, അതായത് ആ വ്യക്തിയുടെ ഇഷ്ടം തുറന്ന് പറയാമെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ എങ്കിലും ആ പേഴ്സണ് തുറന്ന് പറയാൻ സാധിക്കാത്തത് നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തി ആരാണെന്ന് അറിയില്ലെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല എങ്കിലിപ്പോൾ നിങ്ങളൊരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിലും ആ വ്യക്തിയുടെ എനർജിയും അങ്ങനെ തന്നെയാണ്. നിങ്ങളോട് സംസാരിക്കണമോ വേണ്ടയോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. നിങ്ങളോട് ആ വ്യക്തിയുടെ ഇഷ്ടം തുറന്നു പറയണമെന്നല്ല, നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിൽ ആ വ്യക്തിയുടെ ഇഷ്ടം തുറന്നു പറയണമെന്നല്ല, നിങ്ങളോട് ഇനി സംസാരിക്കണമോ വേണ്ടയോ, നിങ്ങളോടൊന്ന് സംസാരിക്കാൻ സാധിക്കുമോ, നിങ്ങളോടൊന്ന് സംസാരിക്കാൻ നിങ്ങൾ അനുവദിക്കുമോ, സംസാരിക്കണമോ വേണ്ടയോ ഇതാണ് ആ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇനി ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോടത് തുറന്ന് പറയണമോ വേണ്ടയോ. അത് നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിലല്ല, പറഞ്ഞിട്ടില്ലെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങളോട് ആ വ്യക്തിയുടെ ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ വ്യക്തി തുറന്ന് പറയണമോ വേണ്ടയോ. ശരിക്കും ആ വ്യക്തി അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ വിചാരിക്കും തുറന്ന് പറയാം എന്ന് വിചാരിക്കും, ഞാൻ എൻ്റെ ഇഷ്ടം തുറന്ന് പറയാം, സാരമില്ല, വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിച്ചിട്ട് തുറന്ന് പറയാമെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ചിലപ്പോൾ ചിന്തിക്കും വേണ്ട, ഞാൻ തുറന്ന് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് ചിന്തിക്കും. പറഞ്ഞാൽ ആ വ്യക്തിക്ക് തന്നെ അറിയില്ല ആ വ്യക്തിയുടെ സ്നേഹം തുറന്ന് പറയാൻ സാധിക്കുമോ, നിങ്ങളോടുള്ള ആ വ്യക്തിയുടെ സ്നേഹം തുറന്ന് പറയാൻ സാധിക്കുമോ എന്ന് ആ വ്യക്തിക്ക് തന്നെ അറിയില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് ആ വ്യക്തിക്ക് അറിയില്ല. ആ വ്യക്തിയും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിൽ. പക്ഷേ എങ്കിലും ചിലപ്പോഴെങ്കിലും ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് നിങ്ങളോട് ഇനി സംസാരിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് ചിലപ്പോഴെങ്കിലും ആ വ്യക്തി ചിന്തിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഈ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയില്ല, അല്ലെങ്കിൽ ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു എനർജി ആണെങ്കിൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ വ്യക്തി ചിലപ്പോൾ ചിന്തിക്കും എന്തായാലും എൻ്റെ ഇഷ്ടം എനിക്ക് തുറന്നു പറയാൻ സാധിക്കും, നിങ്ങളോടുള്ള ആ വ്യക്തിയുടെ ഇഷ്ടം ആ വ്യക്തിക്ക് തുറന്നു പറയാൻ സാധിക്കുമെന്ന് ചിലപ്പോൾ ചിന്തിക്കും എനിക്കതിന് സാധിക്കുമോ, എനിക്ക് എൻ്റെ സ്നേഹം തുറന്നു പറയാൻ സാധിക്കുമോ എന്ന് ആ വ്യക്തി ചിലപ്പോഴെങ്കിലും ചിന്തിക്കും. അതായത് നിങ്ങളോടുള്ള ആ വ്യക്തിയുടെ ഇഷ്ടം തുറന്നു പറയാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് ചിലപ്പോഴെങ്കിലും ആ വ്യക്തി ചിന്തിക്കാറുണ്ട്. അതായത് ആ വ്യക്തിക്ക് തന്നെ അറിയില്ല ആ വ്യക്തിയുടെ സ്നേഹം തുറന്നു പറയണമോ വേണ്ടയോ എന്ന്. അതായത് തുറന്നു പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് കഴിയുമോ ഇല്ലയോ എന്ന് അറിയില്ല. പക്ഷെ
അത് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഇത് മേ ബി നിങ്ങളുടെ എനർജിയും ആയിരിക്കാം എന്നൊരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇത് മേ ബി നിങ്ങളുടെ എനർജിയും ആയിരിക്കാം. നിങ്ങളിനി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയോട് നിങ്ങളുടെ ഇഷ്ടം തുറന്നു പറയണമോ വേണ്ടയോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അതായത് നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹം തുറന്നു പറയണമോ വേണ്ടയോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ വ്യക്തിയോട് സംസാരിക്കണമോ വേണ്ടയോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അതേസമയം തന്നെ ആ വ്യക്തിയോട് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ടായിരിക്കാം. നിങ്ങളും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. വ്യക്തിയും നിങ്ങളും ഇപ്പോൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തായാലും വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള, വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് മേ ബി നിങ്ങളുടെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ആയിരിക്കാം. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണെന്നും എന്തുകൊണ്ടാണ് ആ വ്യക്തി ഇതുവരെ നിങ്ങളോട് ആ വ്യക്തിയുടെ സ്നേഹം തുറന്നു പറയാത്തതെന്നും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത്. അതായത് ആ വ്യക്തി നിങ്ങളെ ഇത്രത്തോളം സ്നേഹിക്കാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം. ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കുക. ആദ്യമായിട്ട് എനിക്കിവിടെ ലഭിക്കുന്നത് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ്റെ എനർജിയാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ പറയാം. ആ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നതെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നതെന്ന് നിങ്ങൾക്കറിയാം. ആ വ്യക്തിയുടെ സന്തോഷം തന്നെ നിങ്ങളാണ്, അല്ലെങ്കിൽ ആ വ്യക്തി സന്തോഷിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങളാണ്. അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത്. അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ കാണുന്നത് ആ വ്യക്തിയുടെ എന്താ പറയുക, വീട്ടിലുള്ള ഒരാളെ പോലെ തന്നെയാണ്. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഫാമിലി ആയിട്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങളെ കാണുന്നത്. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഫാമിലിയിലുള്ള ഒരാളെ പോലെ തന്നെയാണ് ആ വ്യക്തി നിങ്ങളെ കാണുന്നത്. അത്രത്തോളം പ്രാധാന്യം നിങ്ങൾക്ക് നൽകുന്നുണ്ട് ആ വ്യക്തി. കാരണം അത്രത്തോളം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളാണ്. അത്രത്തോളം പ്രാധാന്യം നിങ്ങൾക്ക് ആ വ്യക്തി നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത്. നിങ്ങളും അതേ ഒരു പ്രാധാന്യം ആ വ്യക്തിക്ക് നൽകുന്നുണ്ടെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങളോട് സംസാരിക്കാനും ആ വ്യക്തി ഈ ഒരു നിമിഷം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് മേ ബി നിങ്ങളുടെ എനർജിയും ആയിരിക്കാം. നിങ്ങൾക്കിത് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം. ഇനി നമുക്ക് നോക്കാം ഈ വ്യക്തി ആരാണ് എന്ന് നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം പക്ഷെ ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് വെച്ചാൽ, വ്യക്തിക്ക് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സൊന്നും ഉള്ള ഒരാളല്ല. ഒരുപാട് ഫ്രണ്ട്സൊന്നും ആ വ്യക്തിക്കില്ല. ഒരുപാട് സുഹൃത്തുക്കളൊന്നും ആ വ്യക്തിക്കില്ല. അപ്പോൾ ആ വ്യക്തിക്കൊരു നല്ല ഫ്രണ്ടിനെ ആവശ്യമുണ്ട്. ഒരു നല്ല സുഹൃത്ത് ആവശ്യമുണ്ടെന്നല്ല, ഒരു നല്ലൊരു സുഹൃത്ത് ആ പേഴ്സണ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ആ വ്യക്തിയുടെ നല്ലൊരു സുഹൃത്തായിരിക്കും, നല്ലൊരു ഫ്രണ്ടായിരിക്കും എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ വ്യക്തി അങ്ങനെ ആ വ്യക്തിയുടെ ഫീലിങ്സ് തുറന്നു പറയുന്ന ഒരാളല്ല. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഫീലിങ്സ് തുറന്നു പറയാൻ അറിയില്ല. അത് കാരണമാണ് ആ വ്യക്തി ഇതുവരെ നിങ്ങളോട് ആ വ്യക്തിയുടെ സ്നേഹം തുറന്നു പറയാത്തത്. അതുപോലെ തന്നെ ആ വ്യക്തി അധികം സംസാരിക്കുന്ന ഒരാളല്ല, ഒത്തിരി സംസാരിക്കുന്ന ഒരാളല്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷെ നിങ്ങളങ്ങനെ അല്ല. നിങ്ങൾ നല്ലോണം സംസാരിക്കും. നല്ലോണം സംസാരിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി സംസാരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നത് ആ വ്യക്തി കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ സംസാരം ആ വ്യക്തിക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങളുടെ സംസാരം കേട്ടിട്ടാണ് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടത്. നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ സംസാര രീതി, അതൊക്കെ ആ വ്യക്തിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആ വ്യക്തിക്കൊരു പ്ലേഫുള്ളായിട്ടുള്ള എനർജി ഉണ്ട്. പക്ഷെ അതങ്ങനെ അധികം ആ വ്യക്തി പുറമേ പ്രകടിപ്പിക്കാറില്ല. ആ വ്യക്തിക്ക് അത്രത്തോളം പ്രിയപ്പെട്ട ആളുകൾക്ക് മാത്രമേ അറിയൂ ആ വ്യക്തിക്ക്
ആ ഒരു പ്ലേഫുള്ളായിട്ടുള്ള എനർജി ഉണ്ട് എന്നുള്ളത്, അത്രത്തോളം പ്ലേഫുള്ളായിട്ടുള്ളൊരു നല്ലൊരു എനർജി ആ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളത് ആ വ്യക്തിക്ക് അത്രത്തോളം പ്രിയപ്പെട്ട ആളുകൾക്ക് മാത്രമേ അറിയൂ എന്നുള്ളതാണ്. ആ വ്യക്തി ചിന്തിക്കുന്നത്, നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വളരെ സന്തോഷമാവും, ആ വ്യക്തിക്ക് ഒത്തിരി സന്തോഷം ലഭിക്കും. അതായത് ആ വ്യക്തിക്ക് സംസാരിക്കാൻ അധികം ഇഷ്ടമില്ല, പക്ഷേ ഇങ്ങനെ ഒരാൾ സംസാരിക്കുന്നത് കേട്ടിരിക്കുക എന്നുള്ളത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അത് എല്ലാവരും അല്ല, ആ വ്യക്തിക്ക് അത്രത്തോളം പ്രിയപ്പെട്ട വ്യക്തികൾ സംസാരിക്കുന്നത് കേട്ടിരിക്കാൻ, അല്ലെങ്കിൽ അത്രത്തോളം പ്രിയപ്പെട്ട ഫ്രണ്ട്സ് സംസാരിക്കുന്നത് കേട്ടിരിക്കാൻ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ സംസാരം ആ വ്യക്തിക്ക് വളരെ ഇഷ്ടമാണ്. ആ സംസാരം കേൾക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒത്തിരി സന്തോഷം ലഭിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്കത് അറിയില്ലായിരിക്കാം, പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളുടെ സംസാരം വളരെ ഇഷ്ടമാണ്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും അല്ലെങ്കിലും ആ വ്യക്തിക്ക് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട്. നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി ആ വ്യക്തിക്ക് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു ഒറ്റപ്പെടൽ ഉണ്ടാവില്ല എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. കാരണം എപ്പോഴും നിങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് സംസാരിക്കും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ ആ വ്യക്തിക്ക് അങ്ങനെ ഒറ്റപ്പെടൽ തോന്നുന്ന സമയത്ത് നിങ്ങളുടെ സംസാരം കേൾക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരുപാട് സന്തോഷമാവും. മെസ്സേജാണ് എനിക്കിവിടെ വീണ്ടും വീണ്ടും ലഭിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും അല്ലെങ്കിലും, നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആ വ്യക്തി കാത്തിരിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്നേഹം ആ വ്യക്തി നിങ്ങളോട് തുറന്ന് പറയാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും അല്ലെങ്കിൽ ഈ വ്യക്തി ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ കുറച്ച് പൊസസീവാണ്. പ്രത്യേകിച്ചും നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ കുറച്ച് പൊസസീവാണ്. ഒരുപാടല്ല, കുറച്ച് പൊസസീവാണ്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എപ്പോഴാണ് ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളോടൊന്ന് തുറന്ന് പറയാൻ സാധിക്കുക എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങളോട് ആ വ്യക്തിയുടെ സ്നേഹം തുറന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നായിരിക്കാം ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളോടൊന്ന് തുറന്ന് പറയാൻ സാധിക്കുക എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങൾ വളരെ കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. ഈ വ്യക്തി ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ വ്യക്തി വിചാരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ വളരെയധികം കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ കോൺഫിഡൻസും ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ്. അതുപോലെ നിങ്ങൾ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വ്യക്തിക്ക് വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ടുള്ളൊരു എനർജിയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് കൂടിയായിരിക്കാം ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും അല്ലെങ്കിൽ ഈ വ്യക്തി ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ആ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. എങ്കിലും കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതിന് കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അത് നമുക്ക് ചാംസ് ഉപയോഗിച്ചിട്ട് നോക്കാം കേട്ടോ. ചാംസ് ഉപയോഗിച്ചിട്ട് ആ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളെ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. എങ്കിൽ കൂടി കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു, ആ വ്യക്തി നിങ്ങളെ കാണുന്നത് ആ വ്യക്തിയുടെ ഫാമിലിയിലെ ഒരാളെ പോലെ തന്നെയാണ്. അത്രത്തോളം പ്രാധാന്യം ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളെ മറക്കാൻ സാധിക്കുന്നില്ല. ആ വ്യക്തി മേ ബി നിങ്ങളെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളെ മറക്കാൻ സാധിക്കുന്നില്ല. ആ വ്യക്തി അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആ വ്യക്തിക്ക് നിങ്ങളെ മറക്കാൻ സാധിക്കാത്തത്. മേ ബി നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും അല്ലെങ്കിലും
ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും അല്ലെങ്കിലും മേ ബി ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളങ്ങനെ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, ഈ വ്യക്തി ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള കാരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാം പക്ഷേ ആ വ്യക്തിയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ വ്യക്തി മുൻപ് പറഞ്ഞതുപോലെ തന്നെ ആ വ്യക്തി അധികം സംസാരിക്കുന്ന ഒരാളല്ല. ആ വ്യക്തിയുടെ ഫീലിങ്സ് അങ്ങനെ തുറന്ന് പറയുന്ന ഒരാളല്ല, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അതിന് സാധിക്കാറില്ല. പക്ഷേ എന്തുകൊണ്ടോ നിങ്ങളോട് ആ വ്യക്തിക്ക് സംസാരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയാൻ സാധിക്കും. ആ വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ എന്താണെങ്കിലും, എന്ത് നല്ല നല്ല കാര്യങ്ങളാണെങ്കിലും അത് നിങ്ങളോട് തുറന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. അതായത് ആ വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും, അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. എങ്കിലും ആ വ്യക്തിക്ക് ചെറിയൊരു പേടിയുണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു മടിയല്ല, ചെറിയൊരു പേടിയുണ്ട് ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളോട് തുറന്ന് പറയാനായിട്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും മേ ബി ഒരുപോലെ ചിന്തിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ രണ്ടുപേരുടെയും ഇഷ്ടങ്ങൾ ഒരുപോലെ ആയിരിക്കാം, ഏകദേശം ഒരുപോലെ ആയിരിക്കാം എന്നായിരിക്കാം ആ വ്യക്തി ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ഈ വ്യക്തി ആരാണ് എന്ന് അറിയില്ലെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും വ്യക്തി ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അതായത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഒരുപോലെ ആയിരിക്കാം എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങൾക്ക് ഈ വ്യക്തി ആരാണ് എന്നറിയില്ലെങ്കിൽ, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ആ വ്യക്തി വിശ്വസിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിക്ക് ഒരു നല്ലൊരു സുഹൃത്തായിരിക്കുമെന്ന് ആ വ്യക്തിക്ക് ഒരു വിശ്വാസമുണ്ട്. ഫ്രണ്ട്ഷിപ്പിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ആ വ്യക്തി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വ്യക്തിയുടെ ഏറ്റവും നല്ല ഒരു സുഹൃത്തായിരിക്കും എന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. മേ ബി ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ആ പേഴ്സൻ്റെ സോൾമേറ്റ് ആയിട്ടായിരിക്കാം. നിങ്ങളിപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും, നിങ്ങൾക്ക് ആ വ്യക്തി ആരാണെന്ന് അറിയില്ലെങ്കിലും ആ വ്യക്തി നിങ്ങളെ കാണുന്നത് ആ വ്യക്തിയുടെ സോൾമേറ്റ് ആയിട്ടായിരിക്കാം. ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കുക. നിങ്ങൾക്ക് ഈ വ്യക്തി ആരാണെന്ന് അറിയില്ലെങ്കിൽ, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം കേൾക്കാൻ ആ വ്യക്തി ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും ശരി, അല്ല ഇനി നിങ്ങൾക്ക് ഈ വ്യക്തി ആരാണെന്ന് അറിയില്ലെങ്കിൽ, വ്യക്തി നിങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയണം എന്ന വ്യക്തിക്ക് ആഗ്രഹമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷേ അതിന് സാധിക്കുമോ ഇല്ലയോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല. ആ പേഴ്സൺ അറിയില്ലെങ്കിൽ കൂടി ആ പേഴ്സൺ അത് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.